നിങ്ങൾ ഒരു മലയാളിയാണോ? ഒരു മലയാളി എന്നതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടോ? ഒരു അറബ് രാജ്യത്തിൽ നമ്മുടെ മലയാളം ഭാഷ ഒഫീഷ്യൽ ഭാഷ ആയാൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കും, അഭിമാനിക്കും? എങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം റാഫമാക്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റ്സ് ഐ ഡി ഗവൺമെൻറ് പ്രൊജക്റ്റായ എമിറേറ്റ്സ് ഐ ഡി അതോറിറ്റി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിട്ട് അവരൊരു ഓൺലൈൻ പോൾ നടത്തുകയുണ്ടായി. അവരുടെ അറബി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ അവരുടെ വെബ്സൈറ്റിൽ മൂന്നാമതൊരു ഭാഷയായിട്ട് ഏത് ഭാഷ വേണമെന്നുള്ളത് പബ്ലിക് ഒപ്പീനിയൻ ഇട്ടു. ആ സമയത്തൊക്കെ മലയാളികൾ വളരെ ആക്റ്റീവായിട്ട് മലയാളത്തിന് വോട്ട് ചെയ്തു. 99-98% ആയിരുന്നു മലയാളം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് വരെ 95-92% ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ 45% ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു. പച്ചകളെ കൂടി കയറി വോട്ട് ചെയ്താണോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും മലയാളികൾ ഒന്ന് ശ്രമിച്ചാൽ, ആഞ്ഞു പിടിച്ചാൽ, എത്രത്തോളം മലയാളികൾ ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കൊരു അഭിമാനത്തിൻ്റെ കാര്യമാണിത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അറിയുന്നവർക്ക് നേരെ ഗൂഗിൾ എമിറേറ്റ്സ് ഐ ഡി അതോറിറ്റിയുടെ വെബ്സൈറ്റ് എടുത്താൽ അതിൽ ഓൺലൈൻ പോൾ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങളുടെ സമയത്തിന്, വിലപ്പെട്ട സമയത്തിൻ്റെ ജസ്റ്റ് 1 മിനിറ്റ് മതി നമ്മുടെ ഒരു അഭിമാനത്തിന്. ജസ്റ്റ് അത്ര ഒരു ചാലഞ്ചായി ഏറ്റെടുത്താൽ മതി. അല്ലാതെ ഇതുകൊണ്ട് വലിയ കാര്യങ്ങളോ വലിയ സംഭവങ്ങളോ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ മലയാളികളുടെയും ഓരോരു ജസ്റ്റ് അഭിമാനത്തിൻ്റെ മത്സരമാണ് എന്ന് കണക്കാക്കുക. അത് ചിലപ്പം നടപ്പിലാവാതിരിക്കാം, അതൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം, അറിയാത്തവർക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാവരും ഒന്ന് ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ പരമാവധി എല്ലായിടത്തും ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിജയം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അതിനെല്ലാവരും ശ്രമിക്കും. ഇപ്പോൾ എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ മലയാളീസ് അടിച്ച് കയറുന്നുണ്ട്, അവരുടെ വോട്ടിംഗ് റേറ്റ് ഇടിയുന്നുണ്ട്. കാരണം നോക്കൂ, നേരത്തെ 52 ഉണ്ടായിരുന്നത് ഒരു 0.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 0.7 റേറ്റ് അവരത് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മലയാളീസ് എല്ലാവരും ആഞ്ഞു പിടിച്ച് നമുക്ക് ഈ വിജയം ആഘോഷിക്കണം. അപ്പോൾ അതിനെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ ഈ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതാണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്, www.facebook.com/rafamac. പിന്നെ ഇതുപോലുള്ള വീഡിയോസെല്ലാം ഷെയർ ചെയ്യും. അതുമാതിരി ചില ട്യൂട്ടോറിയൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുക. നമുക്ക് ഇത്രയും നല്ലൊരു UAE എന്ന രാജ്യത്ത്, ഇത്രയും സേഫായ ഒരു രാജ്യത്ത് നമ്മുടെ മലയാള ഭാഷ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മൂമെൻ്റാണ്. അപ്പോൾ അതിനായി കാത്തിരിക്കുന്നു. പിന്നെ അത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രമിക്കുക. ഒരാൾക്ക് ഒരു ബ്രൗസറിന് ഒരു ടൈമിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഓൾറെഡി വോട്ട് ചെയ്താണെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. 1000 വോട്ട് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും വോട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.